രണ്ടാമത്തെ ദിവസം ഇന്ന് വെളുപ്പിന് നമ്മൾ പോകുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ തന്നു. ഇതിൽ എന്തൊക്കെ ഉണ്ട് അത് കഴിച്ച് ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയില്ല. ഇപ്പൊ എത്ര മണിയായി? ഇപ്പൊ 5 മണിയാകാൻ പോകുന്നു. ആ സമയത്ത് ഇവർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്ത് തന്നു. ഫ്രൂട്ട്സ് ഉണ്ട്, ഇതിലൊക്കെ ഫ്രൂട്ട്സ് ആണെന്ന് തോന്നുന്നു. കപ്പ് കേക്ക് ഒക്കെ ഉണ്ട്. അവരെ ഞാൻ എഴുന്നേൽപ്പിച്ച് കൊണ്ട് പറ്റിയത് ഇത്ര വെളുപ്പിന് പറ്റിയ സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റ് ശരിക്കും 7 മണിക്കാണ് മതി തൽക്കാലത്തേക്ക്. നമുക്ക് ഇപ്പൊ ഇറങ്ങിയാലേ നമ്മൾ നനച്ച വണ്ടി കയറിയാലേ നനച്ച സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങിയാലേ ആ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങുവാണ് ഗൈസ്. 5:30 രാവിലെ 5:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ടൈമിങ് തന്നെ ഇപ്പൊ എത്ര ലഞ്ച് എത്ര 11:30. കാർ ഫുൾ അഴുക്കായിട്ടിരിക്കണം. TRIലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അടിപൊളി സർവീസ് ആയിരുന്നു ഗൈസ്. നല്ലപോലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങുന്നു. ഓക്കെ ബൈ. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ചെറുതായിട്ടൊന്ന് വിശക്കുന്നു. അപ്പൊ നമ്മൾ കാപ്പി കഴിക്കാൻ നിന്നാ നടക്കത്തില്ല ഗൈസ്. അപ്പൊ നമ്മൾ EVയിലല്ലേ പോകുന്നത്. അത് നമ്മൾ EV ഇത്ര ലോങ് ആദ്യമായിട്ടാണ് പോകുന്നത്. EVയിൽ ആരിങ്ങനെ ഇത്ര ലോങ് ട്രിപ്പ് പോയിട്ടില്ല. നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോണ്. എത്രത്തോളം പോകാൻ പറ്റും അത്രത്തോളം പോകും. ഇത് നമുക്കൊരു ടെസ്റ്റ് ആണ് ഗൈസ്. ഈ ഇലക്ട്രിക് കാറിൽ നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ എങ്ങ് പോകുന്നു? ഗോവയിൽ. പക്ഷെ നമ്മളില്ലേ, നമ്മൾ അവിടെ ഒരു നൈറ്റ് ഈവനിങ് ടൈം ഒക്കെ ആവുമ്പോ എത്തും. നമ്മൾ നൈറ്റ് ട്രാവൽ ചെയ്യുന്നില്ല, കാരണം അത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാമല്ലോ. ഡ്രൈവ് ചെയ്യുമ്പോ ഇവർക്കൊക്കെ രാവിലെ ഫുള്ള് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു, രാത്രി ഫുള്ള് കിടന്ന് ഉറങ്ങുന്നു. എല്ലായിടത്തും കറങ്ങിയിട്ടേ ഗോവ പോകുന്നുള്ളൂ. ഗോവ കഴിഞ്ഞിട്ട് അടുത്ത എങ്ങോട്ടെങ്കിലും പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ പോകണം. നൈറ്റ് സ്റ്റേ അടിക്കും, രാവിലെ ഫുള്ള് ഡ്രൈവിംഗ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രിപ്പ് പോണത്. നമ്മുടെ കാർ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ലോങ് ട്രിപ്പ് അത് EVയിൽ നമ്മൾ പോകുന്നു. സത്യമായിട്ട് ഇപ്പൊ അവിടെ കാസർഗോഡ് എത്തി. ഇതുവരെ ചെലവ് വന്നത് 800 രൂപ. വമ്പല്ല EV വമ്പല്ല 800 രൂപയുള്ളൂ. പെട്രോൾ കാറിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് മിനിമം ഒരു 4000-5000 രൂപ കഴിഞ്ഞാൽ 800 രൂപയേ ആയിട്ടുള്ളൂ. 6000 കൊണ്ട് നമ്മൾ മൊത്തം ട്രിപ്പ് കവർ ചെയ്യും. എന്നാലും ഇതൊരു രസമാണ്. ശരിക്കും പറഞ്ഞാൽ EV ഉള്ളവരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. നമ്മള് കാസർഗോഡ് എത്തി, ചാർജ് ചെയ്യാൻ എത്തി. ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോയി ഫുഡ് കഴിക്കണം. അപ്പൊ ഫുൾ ചാർജ് ആവും. എന്നിട്ട് നേരെ ഗോവ. ബിരിയാണി കഴിക്കല്ലേ? നടക്കേണ്ട ദൂരമേ ഉള്ളൂ. കഴിക്കാൻ പോ. വരുന്ന ഹലോ എനിക്ക് നമ്മള് കാസർഗോഡ് വന്നിട്ട് എന്തോ കഴിക്കാൻ പോകുന്നു? ബിരിയാണി. തലശ്ശേരി തലശ്ശേരി ബിരിയാണി കഴിക്കാൻ. തലശ്ശേരി ബിരിയാണി കഴിക്കാൻ അവിടെ നമ്മൾ കാസർഗോഡ് തന്നെ നിൽക്കുന്നത്. നമ്മള് കാസർഗോഡ് നിന്ന് ഇറങ്ങുന്നവരെ കാസർഗോഡ് സംസാരിച്ചാല. ഇതില് ഫസ്റ്റ് ഞാൻ അപ്പീല് അതിനെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്റെ കാസർഗോഡ് നിനക്കറിയാം, നിനക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ കാസർഗോഡ്. ഞാൻ വിളിച്ച കാസർഗോഡ് സംസാരിക്കാൻ പറയുമ്പോ എക്സ്പ്രഷൻ എടുത്തു. ഞാൻ ആലോചിച്ചത് നമ്മളിപ്പോ കാസർഗോഡ് ഞാൻ റീലേ കാണില്ല. ഓന്റെ കയ്യിൽ മഞ്ഞ ടീഷർട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കളക്ഷൻ. അത് മാത്രമേ അവളുടെ അടുത്ത് ഫ്രണ്ട്സ് ചോദിക്കുമെന്ന് പാരഗണിൽ പോകണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ മാപ്പ് ഇടണം. ഗൈസ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അഞ്ചാണ് നമ്മൾ പാരഗണിൽ കഷ്ടപ്പെട്ട് നടന്നു വന്നപ്പോൾ പറയണത് ഹോട്ടൽ പാരഗൺ. എന്റെ അവസ്ഥയാണ്. സൂപ്പർ ഫുഡല്ലേ? അതന്നെ ഫുഡ് കൊള്ളായിരുന്നു. എനിക്ക് ചിക്കൻ ഫ്രൈ മറ്റേ പൊരിച്ചിട്ട് കറി വെച്ച എന്തോ സാധനമാണ് തന്നെ. ഞാനും പ്രതീക്ഷിച്ചു. ഞാൻ ഇവിടെ എന്ത് ഡെയിലി വന്നിട്ടാവും. എനിക്കറിയാം കേട്ടോ കാസർഗോഡ് ഭാഷ. എനിക്ക് കാസർഗോഡ് ഫ്രണ്ട്സ് ഉണ്ട്. വിളിച്ചാ ഇപ്പൊ വരും. രണ്ട് ഫ്രണ്ട്സിനെ വിളി. അവർ ഹോസ്റ്റലിൽ കടയിൽ വന്നിട്ട് ഇവരോട് സംസാരിച്ചപ്പോ ഇവർ പച്ച മലയാളത്തിൽ സംസാരിക്കണമെന്നാണ് ഇവൻ പറഞ്ഞത്. നമ്മൾ സംസാരിക്കുന്ന പോലെ അവര് നമ്മുടെ അടുത്ത് അതുപോലെ സംസാരിക്കും. നമ്മളപ്പോ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഭാഷയിൽ സംസാരിച്ചാൽ അവർ ആ ഭാഷയിൽ സംസാരിക്കും. നേരത്തെ നമ്മള് ചാസിനോട് ഇട്ടല്ല ഒരുത്ത അവിടെ അനങ്ങാ നിൽക്കണ്ടെങ്ങനെ.
റോഡിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. എന്തോ അനങ്ങാതെ നിൽക്കുന്നത്. സമയത്ത് അയ്യോ പറയണ്ട. ഗൈസ്, അപ്പൊ ചാർജ് ഫുൾ ആയില്ല. ഞങ്ങൾ കഴിക്കാൻ പോയപ്പോ ജസ്റ്റ് ഇട്ടിട്ട് പോയെന്നേ ഉള്ളൂ. നമ്മൾ എന്തായിരുന്നാലും മംഗലാപുരം പോയിട്ട് ഫുൾ ചാർജ് ആക്കിയിട്ട് ഗോകർണം വഴി ഗോകർണം വഴി ഗോവ. അതിൽ അത്ര ദൂരം പോണം. അപ്പൊ നമ്മളെ ട്രിപ്പ് വീണ്ടും ഇവിടെ നിന്ന് നിർത്തിയിടത്തിന് വീണ്ടും തുടങ്ങുന്നത്. ഗൈസ്, നമ്മുടെ വീട് കേരളത്തിന് അങ്ങേയറ്റം. നമ്മൾ കേരളത്തിന് അങ്ങേയറ്റത്തിന് ഇങ്ങേയറ്റം വന്നു. പറയാനേ നീ വ്ലോഗ് ഓണാക്കാൻ പറഞ്ഞു. ഞാൻ വന്നിട്ടില്ല എന്നേ വരെ. ഞാൻ തൃശ്ശൂർ താണ്ടി ഇതുവരെ വന്നിട്ടില്ല. എന്താടാ കഴിഞ്ഞ വർഷം നീ കോഴിക്കോട് വന്ന്? ഞാൻ കോഴിക്കോട് വരെ മാത്രം തന്നെ വന്നിട്ടുണ്ട്. അപ്പുറത്താണ് കോഴിക്കോട്. പോ, നിങ്ങൾ അങ്ങോട്ട് പറയണം. പോ അങ്ങോട്ട്. നിന്നെ പോലെ ഒറ്റ ബുദ്ധി എന്നാ വിചാരിച്ചു, നിന്നെ പോലെ മൊയന്തെന്നാ വിചാരിച്ചു. വീഡിയോ കണ്ടിട്ടാണ് കണ്ടു പഠിച്ചത്. ഏത് നല്ലതാണ് ഇത് പറയണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നല്ല പഞ്ഞിമുട്ടായി. നമ്മളിപ്പോ എവിടെയാ ഉള്ളത് അബി? നമ്മളിപ്പോ മംഗലാപുരം കേറാൻ പോകും. ഓക്കെ, നമ്മള് അവിടെ പോയിട്ട് നമ്മള് എന്ത് ചെയ്യും? ഇനി ഫുഡ് കഴിക്കാം. കടലയും പിണ്ണാക്കും തീർന്നു. ഇനി വേറെ വല്ല എടുക്കണം. 100 hours in car. എന്നെ വരെ ഗോവയില് പോയിട്ടില്ല. എന്റെ അച്ചാച്ചന്മാര് സ്നേഹം. രാത്രിയാ ഗോവ കൊണ്ടിട്ട് എത്തുന്നത് അവിടെ 10:30. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളുന്നോവും വേണ്ട, അരികത്തായെന്നും കാവൽ ഞാനില്ലേ, വിങ്ങും തിരയാ താളമില്ല നിന്നെ ചായുറക്കാൻ മതിയ ഞാനീ പൂമരത്ത് വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇന്ന് തന്നെ ഇടാൻ മാക്സിമം ശ്രമിക്കും. അപ്പൊ ഈ വീഡിയോ വരുന്നത് നാളെ. നമ്മൾ മാക്സിമം അങ്ങനെ തന്നെ പെട്ടെന്ന് ഇടാൻ നോക്കും. അതുകൊണ്ട് വലിയ എഡിറ്റോ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് എന്തെങ്കിലും ചെയ്തിടും. അത്ര ഇരിപ്പിലിരുന്ന് ചെയ്യുന്ന ഒരു ആവശ്യമില്ല. ഇനി ഇത് കൊണ്ടുപോയി ഇനി വീട്ടിൽ കൊണ്ട് എല്ലാ ദിവസം കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ വയ്യ. പട്ടപ്പെട്ടാന്ന് ഇട്ടിട്ട് ഇങ്ങനെ മണി 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 മണി. നമ്മൾ ഒറ്റ മൈൻഡിൽ ഇറങ്ങിയോണ്ടാണ് ടപ്പേന്ന് ഇതിന്റെ കാറിലിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അല്ലേ? അതല്ലേ ഞാനും പറഞ്ഞത്. വേറെ ഒറ്റ മൈൻഡിൽ എല്ലാം ചെയ്യാം. അതല്ലേ ഞാൻ പറഞ്ഞു. നീ വേറെ എന്തെങ്കിലും പറ. നമ്മള് ഗോവ പോകുന്ന വഴിക്ക് ഒരു കിടിലം വ്യൂ കണ്ടു. ഇനി നമുക്ക് സീൻ വ്യൂ. ഇനി പോകുന്ന റൂട്ടെല്ലാം ഫുള്ള് കടലായിരിക്കും ഇല്ലേ? ബീച്ച് റോഡായിരിക്കും. അങ്ങോട്ട് ഇറങ്ങില്ല. ഒറ്റ മൈൻഡ് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. ഇതെന്ത് ബീച്ച്? ബീച്ച് ഓഫ് റോക്സ് എന്നറിയപ്പെടുന്നത്. അങ്ങോട്ട് തള്ളാണ്. വായിക്കടാ എന്നോട് കുത്തുതു ബീച്ച്. എന്നോട് കുത്തത് ബീച്ചാ. എന്നതാ കുത്തുത് അങ്ങനെ എന്തുണ്ടല്ലോ. എന്നോട് ഗൊത്ത്. എന്നടാ ഗൊത്ത് ബീച്ച്. ഇവിടുത്തെ ആൾക്കാർക്ക് പേടിയൊന്നുമില്ല. അങ്ങ് പോയി നിക്കണം. ഫോട്ടോ എടുത്താലോ മുന്നോട്ട്. മാരവാനത്തെ ബീച്ച്. പ്രത്യേകത അറിയാവോ? ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെ മരങ്ങൾ നിൽക്കുന്നു. ബീച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇവിടെ കടലുണ്ട്. കല്ലും എന്തോന്ന് അളുപ്പ് പിള്ളേർ. ഫോട്ടോ എടുക്കാം. അവര് നിൽക്കി അവിടെ നിൽക്കി പോയി പെട്ടെന്ന് പോയി. കുറച്ച് വെള്ളം കുടിച്ച് ആശ്വസിക്കും. കുറച്ചേരം വെള്ളം കുടിച്ച് ആസ്വദിക്കാം. ഫുഡ് കഴിക്കേണ്ട ഒരു സ്ഥലമില്ല. ഫുള്ള് ഹൈവേ. ഫുഡ് കഴിക്കണമെങ്കിൽ നീ ഗോവ എത്തണം. മംഗലാപുരം ഒരു ഹൈവേ കയറിയായിരുന്നു. ഹൈവേ കയറി ഇങ്ങനെ വന്നപ്പം ഫുൾ റോഡ് മാത്രമേ കാണുന്നുള്ളൂ. വലുതായിട്ട് കടകളൊന്നും കാണില്ല. ഇപ്പൊ കട കണ്ടപ്പോ കുറച്ച് വെള്ളവും സാധനങ്ങളും വാങ്ങിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഗോകർണം കഴിഞ്ഞ് ഗോവയിലെത്തണം. എന്നാലേ ബാക്കി രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാം. അതാണ് വേറെ കാര്യം. നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫുഡ് നമുക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടത്തില്ല. സെറ്റ് ആവത്തില്ല ഫുഡ്. എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കണം. സംഭവമില്ലേ, വീട്ടിൽ വന്നപ്പോഴത്തേനെ അമ്മ ഇല്ലേ ഏത്തപ്പഴം കൊടുത്തേച്ച്. അപ്പൊ ഞാൻ അത് കഴിച്ചു. നോക്കടാ, 198 കിലോമീറ്റർ ഇനിയും പോണം. 4-4.5 മണിക്കൂർ. 4.5 മണിക്കൂർ കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഇപ്പൊ എത്ര മണിയായി? 8 മണിയായി. 12 മണിക്ക് തന്നെ കഴിക്കാൻ പറ്റും. കഴിച്ചെത്ര മണിക്ക്? ഫ്രൂട്ട്സ് കടയുണ്ട്. ഫ്രൂട്ട്സ് പറയാനുള്ളത് നല്ല ഹൈവേ. ഒരു കറുത്ത പശു പെട്ടെന്ന് ഇങ്ങനെ ചാടി വന്ന് അന്ത ചാടി കണ്ടില്ല.
പേടിച്ചു. സേഫ് ആയിട്ട് നമ്മൾ പോണം ഗൈസ്. രാത്രിയാണ്, അതുകൊണ്ട് സേഫ് ആയിട്ട് പോണം. സേഫ് ആയിട്ട് നമ്മൾ ഗോവയിൽ എത്തണം. നിങ്ങൾ വിചാരിച്ചതിനേക്കാളും 2-3 മണിക്കൂർ ഡിലേ ആയി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റി? ബിസ്ക്കറ്റ് കഴിക്കും. എല്ലാം ഒളിപ്പിച്ചു സുഖമില്ലേ? നീ എന്ത് ഗോവയിൽ ഒന്നില്ല ഞങ്ങളോട്? ആ വണ്ടി ഇപ്പൊ വരുമേ വെളിയില്. 100 അയ്യ അത് പോടാ. 99 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു റൈറ്റ് എടുക്കണം. അതുവരെ സ്ട്രൈറ്റ്. 99 കിലോമീറ്റർ. ഒരു കടയില്ല, പമ്പ് വന്നാലായി. EV-യിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. നമുക്ക് 200 ഇത്ര ഉണ്ട്. പക്ഷെ ലോറികൾ കുറെ കൂടുതലുണ്ട്. ടണലില്ലേ, മലേന്റെ അടിയിൽ കൂടെ പോണ ടണൽ. ഫസ്റ്റ് ടൈമാണ് ഈ ടണൽ ഞാൻ കാണുന്നതും കേറാൻ പോകുന്നത്. ട്രെയിനിലാണ് മിക്കപ്പോഴും നോർത്ത് ഇന്ത്യ വരികയാണെങ്കിൽ കൂടെ നമ്മൾ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ബൈ റോഡ് വന്നോണ്ട് നമുക്ക് രണ്ട് മലയാണ് നമ്മൾ താണ്ടി പോകുന്നത്. ഗോവ എന്ന് പറയുന്ന ബോർഡ് നമ്മൾ കണ്ടു ഗൈസ്. ഗോവ കണ്ടിരിക്കുന്നു. ഗോവ കേറി ഫുൾ ഓൺ. ഇനി പോയി കിടന്ന് ഉറങ്ങണം. രാവിലെ നമ്മള് നാളെ രാത്രി അവിടെ രാത്രി ഇറങ്ങി മറ്റന്നാ എപ്പോ എത്താൻ. അങ്ങനെ ഗായ്സ് നമ്മള് കൊറേ ദൂരെ യാത്ര ചെയ്തിട്ട് നമ്മള് KFC പിസ്സ ഹട്ടൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നു. ആ നമുക്ക് പോയി തിന്നിട്ട് വരാം. ഇവിടെ വന്നാൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ടാസ്ക് ആണ്. അതുകൊണ്ട് നമ്മൾ എന്നും പതിവ് KFC കഴിക്കാൻ പോകുന്നത്. അതാണെങ്കിൽ എല്ലായിടത്തും ഒരുപോലെ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇനി കണ്ണീരൊന്നും വേണ്ട, മനം കൊള്ളും അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. ഇപ്പോഴാണ് ഇത് അറിഞ്ഞത്. ഇവിടെ തണുത്ത കാറ്റിലൊരു തണുപ്പ് കുളിരുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. മാത്രല്ല വേറെ വമ്പ തണുപ്പ് കണ്ട. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി ഭയങ്കര ഒരു കാറ്റ് തണുപ്പ്. സാധാരണ ഇത് ഹോട്ടൽ കയറും, എന്തെങ്കിലും ഹോട്ടലിലേക്ക് പോയി കഴിഞ്ഞിട്ട് വെളിയിൽ ഇറങ്ങുമ്പോഴായിരിക്കും നമുക്ക് ചൂടെടുക്കുന്നത്. ഇത് നേരെ തിരിച്ച് ഗോവ തണുപ്പാണ് നോർമലി. അപ്പൊ നമ്മൾ അങ്ങനെ ഗോവ റീച്ച് ആയിട്ടുണ്ട്. അത് പിസ്സ ഹട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് പിസ്സ ഹട്ട് KFC അതാണ് KFC. ഒന്ന് മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലോ, നോക്കിയെങ്കിലും പറയായിരുന്നു. ഞാൻ ഇങ്ങനെ 1-2 വെച്ച് പറഞ്ഞായിരുന്നു. വാടാ ബോയ്സ്, നമ്മൾ ഗോവയിൽ എവിടെ എത്തിയാലും വെച്ചാ ഈ പള്ളി. ഇതാണ് കത്തീഡ്രൽ. ബാക്കി ഇതിന്റെ അകത്ത് നമ്മുടെ ഡോൺ ബോസ്കോ, അറിയാമടാ ഡോൺ ബോസ്കോ. അത് തന്നെ എത്ര പ്രാവശ്യം ഒരിക്കാ വന്ന്. ഫ്രാൻസിസ് സേവിയർ. ഇവള് പറയുന്നത് ഡോൺ ബോസ്കോ. ഞാൻ പറഞ്ഞല്ലോ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. പക്ഷെ മാർപ്പാപ്പ തെറ്റിപ്പോയി. ഫ്രാൻസിസ് സേവിയർ ഒന്നും അറിയാത്ത പിള്ളേർ. സത്യം പറഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലക്ക് കുറവാണ്. ഈ ഫ്രാൻസിസ് സേവിയർ ഇല്ലേ, ഈ മാസം കഴിഞ്ഞ ഉടനെ റോമിലോട്ട് കൊണ്ടുപോവാ. സെയിന്റ് ഫ്രാൻസിസ് സേവിയർ അങ്ങനെ പറ. ഫ്രാൻസിസ് സേവിയർ എന്ന് പറയാതെ ഞങ്ങള് ബോയ്സ് ട്രിപ്പ് ഒരിക്കൽ വന്നപ്പോ ഞങ്ങൾ അകത്തൊക്കെ കയറിയായിരുന്നു പള്ളിയിൽ. ആ സമയത്ത് നമുക്ക് മറ്റേത് കാണാൻ പറ്റില്ല. നമ്മള് ഗോവയില് ഹോട്ടലിൽ റൂം എടുത്ത്, ഈ ഹോട്ടല് കൊള്ളല്ലേ, ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പൂളൊക്കെ ഉണ്ട്. അത് കൊള്ളല്ലേ, ഹസ്ബൻഡ്സ് ഇൻ ഗോവ. റൂം ഉണ്ട് ഇതുപോലെ റൂം ചെയ്യാൻ തോന്നുന്നു. അത് കൊള്ളാം, യെല്ലോ കളറൊക്കെ. എല്ലാം അതാണ്. ഓ ഈ കളറാണല്ലേ, നൈസ്. അത് കൊള്ളല്ലേ, കൊള്ളല്ലേ. സിമ്പിൾ ആയ എസ്തെറ്റിക് ലുക്ക്.